തുടർച്ചയായി മൂന്നാം തവണയും സംസ്ഥാനത്തെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സ്വരാജ് ട്രോഫി പുരസ്കാരം കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന്. 2023-24 വർഷത്തിൽ പ്രസിഡന്റായിരുന്ന MR രഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി കാഴ്ചവെച്ച മികച്ച പ്രകടനത്തിലാണ് കൊടകരയ്ക്ക് സംസ്ഥാനത്ത് രണ്ടാം സ്ഥാനം ലഭിച്ചത്. 19-ന് ഗുരുവായൂരിൽ നടക്കുന്ന തദ്ദേശ ദിനാഘോഷ പരിപാടിയിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി പ്രസിഡന്റ് KM ചന്ദ്രൻ മന്ത്രി MB രാജേഷിൽ നിന്ന് സ്വരാജ് ട്രോഫിയും സാക്ഷ്യപത്രവും ഏറ്റുവാങ്ങും. ബ്ലോക്ക് പഞ്ചായത്തിന്റെ യോഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥരുടെ യോഗങ്ങൾ, വിവിധ രജിസ്റ്ററുകൾ കാലികമാക്കൽ, വനിതാ സ്വയം തൊഴിൽ ഗ്രൂപ്പ് സംരംഭങ്ങൾക്ക് ധനസഹായം, കുടുംബശ്രീ ഗ്രൂപ്പുകൾക്ക് വിപണന സൗകര്യം, ആരോഗ്യ മേഖലയിലെ മികച്ച പ്രതിരോധ പ്രവർത്തനങ്ങൾ, ഡയാലിസിസ് യൂണിറ്റിലൂടെ നൽകുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങൾ, ഗുണമേന്മയുള്ള ശുചിത്വ സംവിധാനങ്ങൾ ഒരുക്കൽ, ജനകീയാസൂത്രണ പദ്ധതികളിലെ വിവിധ വിഭാഗങ്ങളിൽ ലഭിക്കുന്ന വികസന ഫണ്ട്, ഹെൽത്ത് ഗ്രാന്റ്, മെയിൻ്റനൻസ് ഗ്രാന്റ് തുടങ്ങിയവയുടെ ചെലവ് ശതമാനം, പൊലിമ പുതുക്കാടുമായി സംയോജിപ്പിച്ചുകൊണ്ടുള്ള കൃഷി വികസന പ്രവർത്തനങ്ങൾ, കുട്ടികൾ, ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ എന്നിവർക്കായി ആവിഷ്കരിച്ച വിവിധ ക്ഷേമ പദ്ധതികൾ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും PMAY അടക്കമുള്ള കേന്ദ്ര പദ്ധതികൾ, ലൈഫ് പദ്ധതി വിഹിതം എന്നിവയുടെ മികച്ച ഉപയോഗം, ഓഡിറ്റ് പരാമർശങ്ങൾ സമയബന്ധിതമായി തീർപ്പാക്കൽ, സ്ത്രീപക്ഷ നവകേരളത്തിൻ്റെ ഭാഗമായി നടത്തിയ പദ്ധതി പ്രവർത്തനങ്ങൾ, നൂതന പദ്ധതിയായ ഷീ വർക്ക് സ്പേസിൻ്റെ ആവിഷ്കാരം, ദുരന്ത നിവാരണ പദ്ധതിയുടെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ, സോളാർ പദ്ധതി സ്ഥാപിക്കൽ, സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ടുള്ള ജനോപകാരപ്രദമായ പദ്ധതികൾ, സമ്പൂർണ്ണ OSA സർട്ടിഫിക്കേഷൻ, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് പദ്ധതികൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി നടത്തിയ പ്രവർത്തനങ്ങൾ, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയ ജനക്ഷേമ വികസന പ്രവർത്തനങ്ങളിൽ കാഴ്ചവെച്ച പ്രകടനം വിലയിരുത്തിയാണ് കൊടകര ബ്ലോക്ക് പഞ്ചായത്തിനെ മൂന്നാം വട്ടവും പുരസ്കാരത്തിന് പരിഗണിച്ചത്.